കോൺഗ്രസ് തന്നെ. തറപ്പിച്ച് പറ അവര് ഇനി ഭരണത്തിൽ കയറണം. പറയാൻ കാര്യം മറ്റേത് മുടിഞ്ഞു വാരിയില്ലേ, മുള്ളു വാരിയില്ലേ, എന്താ ഉണ്ട് ഇടയ്ക്ക് കയറിയിരിക്കാനല്ലേ. മുകേഷിന് സമയമുള്ളൂ. മുകേഷ് ഉണ്ടായി കടപ്പുറത്ത് ഉണ്ടാ മുകേഷ്. ഈ മുകേഷ് ഉണ്ടായിരുന്ന മുകേഷ് ഭരണത്തിൽ കയറി. മുകേഷ് ഒരു കൊല്ലക്കാരനാ. ഈ കടപ്പുറം കിടക്കുന്ന കടത്താണ്. ഇതിലെന്താ ആവേശം കൊടുത്തതാ ലൈഫ് പദ്ധതിക്ക്. ഞങ്ങൾക്ക് വീട് പോലും ഇല്ലാത്തതാ. ഞങ്ങൾ കയറി ഇറങ്ങി കുഴഞ്ഞു. ഇപ്പൊ 2017 എനിക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും അവര് പറയുന്നത് ക്യാൻസർ വരണം, കുഷ്ഠരോഗം വരണം. ഇതൊക്കെ ഒരിക്കലും നമുക്ക് വരാത്ത അസുഖങ്ങൾ വരുന്നവരുണ്ട്. എനിക്ക് കിട്ടാൻ എനിക്ക് അർഹതയുണ്ടെങ്കിൽ അവര് പറഞ്ഞ പട്ടിക വർഗ്ഗക്കാർ അവർക്കും കിടന്നാൽ മതിയോ? ഞങ്ങളെപ്പോലുള്ള ഈ SNDP ശാഖക്കാർക്കൊന്നും കിടക്കണ്ടേ? ഞങ്ങൾക്കും കിടക്കണോ? ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചില്ലേ? സമുന്നതനായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അയ്യോ എനിക്ക് അറിഞ്ഞൂടെ എന്റെ പൊന്നെ. ഞാൻ അങ്ങനെ പ്രവർത്തനത്തിനും പോത്തില്ല, അങ്ങനെ ജാഥാക്കും പോത്തില്ല, ഒന്നിനും പോത്തില്ല. പ്രചരണത്തിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF-നാ ചിലപ്പോ ഒരു ഭരണമാറ്റം കൊടുക്കും. അവരുടെ തന്നെ പാർട്ടി തന്നെ വലിയ നേതാക്കന്മാരൊക്കെ പറയുന്നില്ലേ ഇനി ഒരു വർഷം പിണറായി ഭരിക്കണ്ട. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുവാ കാണുന്നത്? ശബരിമലയിലും മറ്റേ സംഗമത്തിലും ഒക്കെ കോടിക്കണക്കിന് രൂപ. അതായത് VMTV ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. 2026 ഇലക്ഷൻ സംജാതമായി നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. 3 പാർട്ടിക്കാരും യഥാർത്ഥത്തിൽ ഉടുപ്പ് തച്ച് നിൽക്കുകയാണ്. ആരാണ് ഭരണത്തിൽ വരും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്ക് കാണും. എന്തായാലും നമ്മുടെ മാന്യ ജനങ്ങളോട് നമുക്ക് ചോദിക്കാം, ആരാണ് അടുത്ത് ഭരണത്തിൽ വരാൻ ചാൻസ് ഉള്ളത് എന്ന്. നമ്മൾ 2026 ഇലക്ഷൻ അടുത്തല്ലേ, ഒരു മാസമല്ലേ ഇനി ഉള്ളൂ. 3 പാർട്ടിക്കാർ ഇങ്ങനെ ഉടുപ്പും തച്ചിരിക്കുകയാണല്ലേ. ആരായിരിക്കും ചാൻസ് എന്നാണ് ഒരു അഭിപ്രായം? ചാൻസ് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് തന്നെ. തറപ്പിച്ച് പറ അവര് ഇനി ഭരണത്തിൽ കയറണം. അങ്ങനെ പറയാൻ കാര്യം മറ്റേത് മുടിഞ്ഞു വാരിയില്ലേ, മുള്ളു വാരിയില്ലേ, എന്താ ഉണ്ട് എല്ലാം വിറ്റൊതുക്കി. ഇതാ ഒരു ബീച്ച് കിടക്കുന്ന കടത്താണ്ട് അതും വിറ്റൊതുക്കി. നിങ്ങൾ ഇവിടുത്തെ MLA ഉണ്ടായിരുന്നല്ലോ, മുകേഷ് അല്ലേ ഇവിടുത്തെ MLA? മുകേഷിന് ഇവിടെ പ്രവർത്തനത്തിന് വല്ല ഇതരുണ്ടാ? മുകേഷിന് അഭിനയിക്കാനോ കുറെ പെണ്ണുങ്ങളെ ഇടയ്ക്ക് കയറിയിരിക്കാനല്ലേ മുകേഷിന് സമയമുള്ളൂ. മുകേഷ് ഉണ്ടായി കടപ്പുറത്ത് ഉണ്ടാ മുകേഷ്. ഈ മുകേഷ് ഉണ്ടായിരുന്ന മുകേഷ് ഭരണത്തിൽ കയറി. മുകേഷ് ഒരു കൊല്ലക്കാരനാ. ഈ കടപ്പുറം കിടക്കുന്ന കടത്തുണ്ട. ഈ ഒരു സന്ധ്യയായ വെട്ടമുണ്ടാ, വെളിച്ചമുണ്ടാ, ഒന്നുമില്ല. ഇപ്പൊ കോൺഗ്രസ് ജയിച്ചത് കൊണ്ട് അവിടെ ഒരു ലൈറ്റ് കിടക്കുന്നു. പഞ്ചായത്ത് ജയിച്ചത് കൊണ്ട് അവര് വന്നപ്പോ ഇപ്പൊ ഒരു ബീച്ച് താണ്ടെ കാട് കയറി കിടന്ന പാമ്പും പട്ടിക്കും കയറി കിടന്ന ബീച്ച് നോക്കേ ഇപ്പൊ വൃത്തിയായി. മുകേഷ് എന്താ ഒന്നും ആർക്കും ഒരു സഹായം ചെയ്തിട്ട്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ വർഷങ്ങളായി 2005 ആവേശം കൊടുത്തതാ ലൈഫ് പദ്ധതിക്ക്. ഞങ്ങൾക്ക് വീട് പോലും ഇല്ലാത്തതാ. ഞങ്ങൾ കയറി ഇറങ്ങി കുഴഞ്ഞു. ഇപ്പൊ 2017 എനിക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും അവര് പറയുന്നത് ക്യാൻസർ വരണം, കുഷ്ഠരോഗം വരണം. ഇതൊക്കെ ഒരിക്കലും നമുക്ക് വരാത്ത അസുഖങ്ങൾ വരുന്നവരുണ്ട്. കുഷ്ഠരോഗം ക്യാൻസറും എല്ലാം വരുന്നവരുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. നമ്മളെ മനുഷ്യരല്ലേ, നമ്മുടെ വോട്ട് അവർക്ക് വേണം. നമ്മൾ വോട്ട് കൊടുത്തല്ലേ അവരെ ജയിപ്പിച്ചേക്കുന്നു. നമ്മൾ വാടക കിടന്ന് നമ്മൾ നശിച്ചോണ്ടിരിക്കുക. കിട്ടുന്നത് തൊഴിൽ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് വീട്ടിൽ 70 രൂപ, ഇവിടെ എടുക്കാൻ വരുന്നവർക്ക് 100 രൂപ, വീട് വാടക 5000 രൂപ, കറണ്ട് ബില്ല്, പൈപ്പ്. ഞങ്ങളൊക്കെ പോയി കഷ്ടപ്പെട്ട് വീട്ടുവേല ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന ഈ കടകളൊക്കെ കിടക്കുന്നുണ്ട. ഞങ്ങൾ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ആരും ഒന്നും തരാനില്ല. ആരും തരാം. സർക്കാർ അവര് പറയുന്നു ദാനം കൊടുക്കുന്നു, അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നു ദാനം? എന്താ കൊടുക്കും? ഈ പാവപ്പെടുത്ത ഞങ്ങളെ കച്ചവടക്കാരെ ഓട്ടിക്കാനാ ഒരു കൂടെ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ കച്ചവടക്കാരെ ഓട്ടിക്കണോ പല തവണയും ഇവിടുത്തെ കച്ചവടക്കാരെ ഓട്ടിക്കാൻ വന്നു. പക്ഷെ ഞങ്ങൾ മാറിയിട്ടില്ല. ഞങ്ങൾക്ക് അവര് ഇടം തരട്ട് ഞങ്ങൾ മാറാം. ഞങ്ങളിവിടെ ജനിച്ചു വളർന്നവർക്ക് ജീവിക്കണ്ടേ? ജനിച്ചു വളർന്നവർക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. സുനാമി കയറിയ കടൽ കയറിയ അപ്പുറം കായൽ. ഞങ്ങൾക്കൊരു സുരക്ഷിതമായിട്ട് ഒരു നോന്ത് പോകാനെടുക്കുക. എത്രയോ 10-35 വീടുകൾ തന്നെ ഇപ്പം കടൽ കയറിപ്പോയി. ഈ കച്ചവടങ്ങളില്ല. ഒരു 3-5 കിലോ നാരങ്ങ വാങ്ങിച്ചു വെച്ചിട്ട് മാസം 2-3 മാസമായി ഇങ്ങനെ നടക്കും. ഞങ്ങൾ എന്തോ ചെയ്യും? എവിടെ പോകും?
അപ്പൊ എന്തായാലും ചേച്ചിയുടെ അഭിപ്രായത്തിൽ കോൺഗ്രസ് തന്നെ രണ്ടാമത് ഭരണത്തിൽ വരണമെന്നാണ് എന്റെ അഭിപ്രായം. 100%. 100%. ഒരു മാറ്റവും ഇല്ല. അത്രയ്ക്ക് തറപ്പിച്ച് പറയുക. ഭരണം ഇനി വരണം, മാറണം. ചുമ്മാ ഒരാൾ മാത്രം ഭരിച്ചാൽ മതിയോ? ഭരണം അങ്ങനെ ഭരിച്ച് എങ്കിൽ ആ ഭരണത്തിൽ എന്താ സാധനത്തിന് വല്ല വിലയുണ്ടോ? സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നു. പാവത്തുങ്ങളെ ഞങ്ങൾ പോയി വീട്ടുവേല ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനോ അതോ അവര് റേഷൻ അരിയുടെ കാര്യം പറഞ്ഞു. റേഷൻ അരി കൊടുക്കുന്ന എന്തരരിയാ കൊടുക്കുന്നത്? മനുഷ്യന് കഴിക്കാം, കാക്കകൾ പോലും കഴിക്കത്തില്ലല്ലോ. അത്രയ്ക്ക് വൃത്തിയോട്ട അരിയ ദാനം കൊടുക്കുന്നു. എന്തോ ദാനം കിട്ടുന്നു. ഞങ്ങളെ ഈ വാർഡിലൊന്നും ഒരു മനുഷ്യർക്കും ഈ മാർത്താണ്ഡപുരത്തിൽ കിട്ടുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ ആരും ഒരിടത്ത് ആരുടെയും പരാതിക്ക് കൊടുത്തു നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ കഴിയുന്നു. ആരുടെയും പരാതിക്ക് അല്ലെങ്കിൽ അവരുടെ എന്തൊരു എടുപ്പൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഒന്നിനും ചെല്ലുന്നില്ല അവര്. പക്ഷെ ഞങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവര് പല പ്ലാനും ഇട്ടു. പക്ഷെ ഞങ്ങളിവിടെ നിലനിർത്തിയത് കോൺഗ്രസ്സുകാർ തന്നെ. ഞങ്ങളിവിടെ ഉറപ്പായിട്ട് ഞങ്ങളിവിടെ നിലനിർത്തിയത് കോൺഗ്രസ്സുകാരാ. എന്നാലും ഇപ്പൊ നമ്മളെ MLA മുകേഷിനെ കണ്ട എന്ത് പറയും? മുകേഷിനെ കണ്ട എന്താ പറയാനാ? ഒരിതുമില്ല. നമ്മളെ കണക്ക് നമ്മളല്ലേ മുകേഷിനെ ഒരു നടനാക്കിയതും ഒരു ഭരണത്തിൽ കെട്ടിയൊക്കെ നമ്മുടെ ജനങ്ങളല്ലേ. എന്താ പറയാനോ? നമ്മളെ കണക്കൊരു മനുഷ്യൻ അത്രേ ഉള്ളു. പണമുണ്ട്, നമുക്ക് പണമില്ല. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഉപയോഗങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഒരു ഉപയോഗം വന്നിട്ടില്ല, ഒറ്റ ഉപയോഗം വന്നിട്ടില്ല. അല്ല, ഞങ്ങൾ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ് എങ്കിലും ഞങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ ബീച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്നതിൽ നമുക്കും സങ്കടമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഇവിടെ കാണുന്ന ബീച്ച് എന്ന് പറയാൻ വേണ്ടിയില്ല, പലതും ഉണങ്ങി ഇങ്ങനെ കിടക്കുന്ന ഒരു രീതിയാണ്. അതെ, അവരങ്ങോട്ട് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പോ ഇത്രയും വൃത്തിയാക്കിയത് അവര് വന്ന ഇത്രയും വൃത്തിയാക്കിയത് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഭരിക്കുന്ന മുമ്പ് അവർ വൃത്തിയാക്കി തുടങ്ങി. ഇപ്പൊ ലൈറ്റ് അവിടുത്തെ ഒരു ലൈറ്റും ഈ 2 ലൈറ്റും കത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. അവരെ കൊണ്ടാവുന്നവര് അവര് കേറിയതല്ലേ ഉള്ളു. ഇനി അവര് ഭരണം അങ്ങോട്ട് വരണ്ടേ? അവരും കൂടെ ഒന്ന് ഭരിച്ചിറങ്ങണ്ടേ? അവരും കൂടെ ഒന്ന് ഭരിച്ചിറങ്ങണം. തീർത്തും പറയാണ് കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വരും. അവള് പറഞ്ഞല്ലോ പ്രേമചന്ദ്രൻ MP ജയിക്കുമെന്ന് പറഞ്ഞല്ലോ. ജയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല സൂപ്പർ പ്രവർത്തനം. നല്ല പാവത്തുങ്ങളുടെ കൂടെയും എല്ലാരും നല്ല അടിപൊളി. ഒരു കാര്യം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും മുമ്പിട്ട് വരുമായിരുന്നു. പ്രേമേന്ദ്രൻ ഏറ്റവും മുമ്പിട്ട് വരുമായിരുന്നു. നമ്മൾക്കൊന്നും തന്നിട്ടില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തെ തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് 100 കോടി ആയുസ്സും കൊടുക്കട്ട്, ആരോഗ്യം കൊടുക്കട്ട്, ഭരിക്കാനുള്ള ഒരു മനസ്സും കൊടുക്കും. അതായത് നമ്മുടെ ഇവിടുത്തെ MP ആയ പ്രേമേന്ദ്രൻ അല്ലേ, കോൺഗ്രസിന്റെ അനുയായിയായ പ്രേമേന്ദ്രൻ MP അല്ലേ? പ്രേമേന്ദ്രൻ. അദ്ദേഹം ഇനി നിന്നാലും ജയിക്കുമെന്നാണ് പറയുന്നത്. ജയിക്കണം, 100% ജയിപ്പിക്കും. ഒരു മാറ്റവും ഇല്ല. ദാനം കൊടുക്കുന്നവന്റെ അവനെ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്താൻ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉയർത്തും. നമ്മള് ജനങ്ങളെല്ലാം മടുത്ത് ഭരണം എന്താ അപ്പൊ ഇവര് LDF സർക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ 100 സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. 100 സീറ്റ് കിട്ടട്ടോ. 100 100, 200 200 കിട്ടണ്ടെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷെ 100 കൊടുക്കുന്നവരും കൂടെ ഒന്ന് വിചാരിക്കണം. അവിടെയാ കിടക്കുന്നത്. എപ്പോഴും ചക്കര കൊടുത്ത് കൈയിട്ട് നക്കുന്ന കണക്ക് ഇരിക്കത്തില്ല. അതുപോലെ ഞാൻ ഒരു ചെറിയ ചോദ്യം, ഈ 2017 ലൈഫ് മിഷൻ ഇത് വീടിന് വേണ്ടി കൊടുത്തിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് വന്ന് എന്റെ ഒരു മുട്ട ഓപ്പറേഷൻ ചെയ്ത ഒരു മുട്ട കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാം. ഇവിടെ എല്ലാം തേഞ്ഞു വാരിയൊക്കെ ഇരിക്കും. ഈ പ്രകൃതിയെ ഉള്ളു. നമ്മൾ ഒരിടത്ത് ഒന്നിനും പോയിട്ടില്ല. നമ്മൾ ചെന്നപ്പോ ഈ ചെവി ആണെങ്കിൽ 90% 40%. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കലിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതും കൊണ്ട് ഞാൻ കോർപ്പറേഷനിൽ ചെന്നപ്പോ അവിടെ ഇരുന്ന പെണ്ണുങ്ങൾ എന്റെ അടുത്ത് പറയാം അവര് ഡോക്ടറിന് പഠിച്ചിട്ടില്ലെന്ന്. എന്താ പറയുന്നത്? അത് അവരുടെ ഭരണകാലം. ഈ വീടിന്റെ കാര്യം അവോയ്ഡ് ചെയ്യുന്ന കാര്യം എന്താണ്? എന്ത് പറഞ്ഞോണ്ടാണ്? വീട് എനിക്ക് കിട്ടണം. എനിക്ക് അർഹതയുണ്ടെങ്കിൽ അവര് പറഞ്ഞ പട്ടിക വർഗക്കാര് അവർക്കും കിടന്നാ മതിയോ? ഞങ്ങളെപ്പോലുള്ള ഈ SDP ശാഖക്കാർക്കൊന്നും കിടക്കണ്ടേ? ഞങ്ങൾക്കും കിടക്കണോ? ഞങ്ങളെയും ദൈവം സൃഷ്ടിച്ചില്ലേ? ഇവരാർക്കും എന്തോ ദാനം കൊടുത്തതാ? ഇവരാർക്കും ഒരു ദാനം കൊടുത്തിട്ടില്ല. നമ്മൾ ചെല്ലുമ്പോൾ അവരിങ്ങനെ ചോദിക്കും പട്ടികവർഗമാണ്. അല്ല. പിന്നെ ക്യാൻസർ ഉണ്ടോ, കുഷ്ഠരോഗം ഉണ്ടോ, ഹാർട്ട് ഉണ്ടോ? നമുക്കിതൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് വരുന്ന രോഗങ്ങളാണ്. അതൊരിക്കലും മാറത്തില്ല. ഇപ്പൊ നമുക്കില്ലാത്ത രോഗം നമുക്കുണ്ടോന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ ഇതാ എനിക്ക് കടക്കാടമില്ല. ഞാൻ ഈ വർഷവും കൂടെ ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും ക്ഷമിക്കും.
അടുത്ത വർഷം എന്തായാലും അടുത്ത കൊല്ലത്തേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഈ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ട് ഈ കൊല്ലം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാനിങ്ങനെ നീങ്ങി നിൽക്കുക. SNDP സമുന്നതനായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ? അയ്യോ എനിക്ക് അറിഞ്ഞൂടെ എന്റെ പൊന്നെ, ഞാൻ അങ്ങനെ പ്രവർത്തനത്തിനും പോത്തില്ല, അങ്ങനെ ജാഥാക്കും പോത്തില്ല, ഒന്നിനും പോത്തില്ല. ഇല്ല 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 ഒന്നിനും പോത്തില്ല. ഇല്ല. ഓക്കെ നമ്മൾ ഒന്നിനും പോത്തില്ല. എന്തിനാ പോകുന്നത്? അത് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മൾ ഒന്നിനും പോത്തില്ല. 2026 ഇലക്ഷൻ ആയല്ലോ. അപ്പൊ ആര് ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു. രണ്ടു കൂട്ടരും ജയിക്കും. അതങ്ങനെ രണ്ടുപേരും ജയിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നവര് ജയിക്കും. നിങ്ങൾ വോട്ട് ചെയ്യുന്നവർ ജയിക്കും. പ്രത്യേകിച്ച് ഒരു പാർട്ടി ആയിട്ട് പറയുന്നില്ല. എനിക്ക് പാർട്ടിയില്ല. അതുകൊണ്ട് സ്വതന്ത്രമായിട്ടിരിക്കുക. സംഗതി എന്ന് പറഞ്ഞാൽ 3 പേരും ഉടുപ്പ് തച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, 3 പാർട്ടിയും. അപ്പൊ ഓരോ പാർട്ടികളും പറയാ, ഇപ്പം LDF പറയുന്നു 100 സീറ്റ് കിട്ടും. ഇന്നലെ നമ്മുടെ കോൺഗ്രസ് VD സതീശൻ അദ്ദേഹം പറയുന്നു 100 സീറ്റ് കിട്ടും. ആകെ 140 ഉള്ളൂ. എങ്കിലും എന്നാലും പ്രചരണത്തിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF മറ്റേ ഒരു സ്വർണം കട്ടതും അതും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴേ ഈ സ്വർണം കട്ട ഒരു വിഷയം ഇതിലൊരു പ്രോബ്ലം ആയിട്ട് തന്നെ വരും അല്ലേ? വരും. വന്നല്ല അതില് പഞ്ചായത്ത് ഇലക്ഷന് സംഭവം വന്നില്ലേ. അപ്പൊ എന്തായാലും പൊതുവേ ഉള്ളത് നോക്കുമ്പോഴത്തേക്ക് അറിയാനൊക്കത്തില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഘട്ടത്തിൽ അവര് കൂടെ നിൽക്കുന്നവർ പിന്നെ മാറത്തില്ല. ചിലപ്പോൾ ഒരു ഭരണമാറ്റം കൊടുക്കും. അവരുടെ തന്നെ പാർട്ടി തന്നെ വലിയ നേതാക്കന്മാരൊക്കെ പറയുന്നില്ലേ, ഇനി ഒരു വർഷം പിണറായി ഭരിച്ച അവരുടെ മാർക്സിസം ഇല്ലാതാവും എന്നൊക്കെ പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ 2026 നമ്മുടെ ഇലക്ഷൻ സംജാതമായി അടുത്തെത്തിയ ഒരു സാഹചര്യമാണ്. അപ്പൊ ആരാവും ജയിക്കാൻ ചാൻസ് എന്നുള്ളതാണ് സാറിന്റെ അഭിപ്രായം? ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട റഹീം സാഹിബ് യൂനിസ് കുഞ്ഞ് MLA റിലേറ്റീവ്സ് ആണ്. അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു ചില കാര്യങ്ങൾ. പക്ഷെ എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് ഒരു UDFന്റെ ഒരു തരംഗമാണ്. കാരണം ഇപ്പോൾ കോർപ്പറേഷൻ ആയാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും അതിലെല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്ന തെരഞ്ഞെടുപ്പുകളായിരുന്നത്. അതിലൊക്കെ നല്ല വിജയം കാഴ്ചവെച്ചത് കോൺഗ്രസ് തന്നെയാണ്. പിന്നെ ഇപ്പം പറയുവാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശബരിമല വിഷയമായാലും ഇന്നിപ്പോൾ TV ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുവാ കാണുന്നത്? ശബരിമലയിലും മറ്റേ സംഗമത്തിലുമൊക്കെ കോടിക്കണക്കിന് രൂപ, അതായത് 8 ലക്ഷം രൂപ നടക്കാത്തൊരു പരിപാടിക്ക് നടത്തി എന്നും പറഞ്ഞ് 8 ലക്ഷം രൂപ എഴുതിയെടുത്തിരിക്കുന്നു. അതേപോലെ നിരവധി കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇവരിങ്ങനെ മോഷിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 100% ഇവിടെ UDF മന്ത്രിസഭ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി പറയാം. UDF മിനിസ്ട്രി തന്നെ ആയിരിക്കും. പക്ഷെ ആരാണ് മുഖ്യമന്ത്രി എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ UDF മിനിസ്ട്രി തന്നെ ആയിരിക്കും വരുന്നത്. ഇതെന്തായാലും നിങ്ങളിത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയോ, ഇവിടെ UDF മിനിസ്ട്രി തന്നെ ആയിരിക്കും. അങ്ങോട്ട് ഗ്രൂപ്പ് വഴക്കെന്നുള്ള ഒരു കാര്യം പറയുന്നത് അതുള്ളതാണോ? തീർച്ചയായും ഒരു കോൺഗ്രസിന്റെ ഒരു സംഘടനാ തലത്തിൽ പല കാര്യങ്ങളും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ജനാധിപത്യ പാർട്ടിയാണത്. അന്നേരം എല്ലാവരുടെയും ആവശ്യാനുസരണങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. അത് അവരിൽ തന്നെ അത് പരിഹാരം കണ്ടെത്തി സാധാരണ വരുന്നതാണ് കാണുന്നത്. എങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ എടുത്തു വയ്ക്കാൻ കാരണം ചിലപ്പം ഈ മലപ്പുറത്ത് കുറ്റ്യാടി നടന്ന ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള നിരവധി ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. അതൊന്നും ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അതൊന്നും ഒരു വിഷയമാക്കി എടുക്കണ്ട. എന്തായാലും ശരി, എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ UDF മിനിസ്ട്രി ഇവിടെ കേരളത്തിൽ എത്തിയിരിക്കും. 2026 ഇലക്ഷൻ ആര് ജയിക്കും എന്നായിരുന്നു ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ച ചോദ്യം. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും കോൺഗ്രസിന്റെ പേരാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ കാര്യം പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒന്ന് ശബരിമല വിഷയം, അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങൾ പറയുകയാണ്. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കുമെന്ന്. ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഇന്ന് ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇലക്ഷന്റെ ഫലം വരുന്നത് വരെ VMTV ന്യൂസ് ജനങ്ങൾക്കൊപ്പം നിൽക്കും. കാരണം ജനങ്ങളുടെ അഭിപ്രായം ആരാണ് ജയിക്കാൻ ചാൻസ് എന്നുള്ളത് തുടർന്നും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തും. എന്തായാലും നിങ്ങൾക്കൊപ്പം VMTV ന്യൂസും ഞങ്ങളുമുണ്ട്.